ഹലോ ഓൾ, ഇന്ന് നമ്മളൊരു ചെമ്മീൻ കറിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വറുത്തരച്ചിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ വറുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.25 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി നമുക്ക് വേണമെങ്കിൽ കുറച്ച് അളവ് കൂട്ടി കൊടുക്കാം, എരിവിനനുസരിച്ചിട്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാണ് നമ്മൾ തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്, ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളതൊന്ന് അരച്ചെടുക്കണം. നന്നായി മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ചട്ടിയിലേക്ക് അരപ്പൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വാളംപുളിയാണ് ഞാൻ പിഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് കുടംപുളി ഉണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ കറിക്ക്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെക്കാം. കുറച്ച് കുരുമുളക് പൊടി അഡീഷണലായിട്ട് ചേർക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. വൃത്തിയാക്കിയ ചെമ്മീൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ ഇട്ടിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. മീനും വേവണം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി വരണം. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഗ്രേവി വറ്റിച്ചെടുക്കാം. നമ്മളിവിടെ ചുവന്നുള്ളി കൊണ്ടാണ് നമ്മൾ താളിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളി അരിഞ്ഞതൊട്ട് താളിച്ച് കൊടുക്കുകയാണ്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറിയിലേക്ക് നമുക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, റെഡിയാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു.